PSC ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് നമ്മുടെ കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65ാം വാർഷിക വിശേഷാൽ പതിപ്പിലെ പ്രസ്താവന ചോദ്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങളാണ് ഇന്നലെ പഠിച്ചത്. അപ്പോൾ ഇത് സെറ്റ് 11ാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 10 സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് കാണാൻ ശ്രമിക്കുക. ഈ പുസ്തകത്തിലെ തന്നെ മറ്റ് പല സബ്ജക്റ്റുകളും ബയോളജിയും കോൺസ്റ്റിറ്റ്യൂഷനും കേരളം ഭരണവും ഭരണ സംവിധാനവും ഒക്കെ ആയിട്ടൊരു പ്ലേലിസ്റ്റ് പ്രത്യേകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ ശ്രമിക്കുക, കറണ്ട് അഫയേഴ്സ് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ബാക്കി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഒളിമ്പിക്സിൻ്റെ വേദികളാണ്. ഇത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ നമ്മുടെ 2023 ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് നോക്കിയാൽ അതിൽ മിക്കവാറും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒളിമ്പിക്സ് വേദികൾ മസ്റ്റാണ്. പ്രത്യേകിച്ച് 33ാമത്തെ ഒളിമ്പിക്സ് ആണ് ഈ 2024. അത് പാരീസിലാണ് നടക്കുന്നത്, ഫ്രാൻസിലെ പാരീസിലാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാം. അല്ലെങ്കിൽ 2028 ലോസ് ആഞ്ചലസ് USA അടുത്തത് നടക്കാൻ പോകുന്നത് 2028, അത് 34ാമത് ഒളിമ്പിക്സ് ആണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒളിമ്പിക്സ് ഇപ്പോൾ ഈ 2024 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സ് അത് പാരീസിലാണ്. ഇത് ഉറപ്പായി 2024 പാരീസ് 24 വരെ, ഇത് ഉറപ്പായിട്ട് മസ്റ്റായിട്ട് പഠിച്ചു വെച്ചോ. 2024 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് പാരീസിലാണ്, ഫ്രാൻസിൽ. 2028 ലോസ് ആഞ്ചലസ്, 2032 ബ്രിസ്ബെയിൻ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ സാധ്യത പാരീസാണ്, ലോസ് ആഞ്ചലസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രിസ്ബെൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 35ാമത് ഒളിമ്പിക്സ് വേദി എന്ന് പറയുന്നത് 2032 ബ്രിസ്ബൺ, ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൺ ആണ്. ഇത് ഉറപ്പായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. നിങ്ങൾ ഓഡിറ്റോ എങ്ങനെയെങ്കിലും ഇത് പഠിക്കുക. ഈ വർഷത്തെ ഒളിമ്പിക്സ് പാരീസിലാണ്. അടുത്ത ശീതകാല ഒളിമ്പിക്സ്, ഇതും മസ്റ്റാണ് കേട്ടോ, ഇതും ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ശീതകാല ഒളിമ്പിക്സ് 2022 നമുക്കറിയാം ബെയ്ജിങ് ചൈനയായിരുന്നു അല്ലേ, ബെയ്ജിങ് ചൈന 2022. ഇനി 2026 മിലാൻ കോർട്ടിന ഡി ആംപെസോ, ഇറ്റലിയാണ് കേട്ടോ. ചിലപ്പോൾ അത് മിലാൻ എന്നായിരിക്കും കാണുക, ചിലപ്പോൾ ഇറ്റലി എന്നായിരിക്കും കാണുക. അപ്പോൾ നോക്കണം, 2026 ശീതകാല ഒളിമ്പിക്സ് ഒന്നെങ്കിൽ ഇറ്റലി ആയിരിക്കും കാണുക, അല്ലെങ്കിൽ മിലൻ ആയിരിക്കും കാണുക. അപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കുക, മിലൻ, അതുപോലെ കോർട്ടിന ഡി ആംപെസോ, ഇത് ഇറ്റലിയിലാണ് അല്ലേ. അപ്പോൾ 2026 ഇത് മസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളിത് പഠിക്കാതെ പോകരുത്, കാരണം ഇത് സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് എടുത്താൽ ഇതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട 13ാമത്തെ ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 13ാമത്തെ ചോദ്യം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അത് തെറ്റാണ്. ഇതൊക്കെ നമുക്ക് എപ്പോഴും കൺഫ്യൂഷനുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ, ഈ നിയമനം. കാരണം ചിലത് നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ചിലത് നീക്കം ചെയ്യുന്നത് നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. ചിലരെ നീക്കം ചെയ്യുന്നത് നിയമിക്കുന്നതും ഗവർണറാണ്. അപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഇത് നിങ്ങൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, അതുപോലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി തന്നെ പഠിച്ചില്ലെങ്കിൽ വളരെ പാടായിരിക്കും നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പഠിക്കേണ്ട ഒരു ദിവസം ഒരെണ്ണം വെച്ചിട്ട് പഠിച്ചു പോകണം. ആ പഠിക്കുന്ന ഒരെണ്ണം കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഒരു ദിവസം ഒരെണ്ണം വെച്ച് പഠിച്ചു പോവുക, റിഫ്രഷ് ചെയ്യുകയും ചെയ്യുക ഒരെണ്ണം വെച്ചിട്ട്. ഇലക്ഷൻ കമ്മീഷൻ മസ്റ്റാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ നോക്കുക, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്നാണ്. അത് ശരിക്കും രാഷ്ട്രപതിയല്ല, ഗവർണറാണ്. ഓൾറെഡി ഇവിടെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇത് തെറ്റാണ്. രണ്ടാമത്തേത് തെറ്റാണ്. അടുത്തത് കാലാവധിയാണ് പറയുന്നത്. കാലാവധി 65 വയസ്സ് തികയുന്നത് വരെയോ അല്ലെങ്കിൽ 5 വർഷമോ ആണ് കാലാവധി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. കാലാവധി 65 വയസ്സ് തികയുന്നത് വരെയോ അല്ലെങ്കിൽ പരമാവധി 5 വർഷമോ ആണ് കാലാവധി. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത പ്രസ്താവന നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 243K ബ്രാക്കറ്റിൽ ഒന്നുണ്ട്, K1 243 K1 വകുപ്പ് പ്രകാരമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത്. അത് 4ാമത്തെ പ്രസ്താവനയാണ്. ആ 4ാമത്തെ പ്രസ്താവന അതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അപ്പോൾ ശരിക്കും തെറ്റിപ്പോയ പ്രസ്താവന എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്. അപ്പോൾ 134 ആണ്. 134 വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ്. 134 വരുന്ന ഓപ്ഷൻ ബി ഓപ്ഷൻ ആണ് 13. അടുത്ത 14ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം.
14ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏതെല്ലാം കാരണങ്ങളാലാണ് രാഷ്ട്രപതിക്ക് കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ കഴിയുന്നത്? നമുക്ക് നോക്കാം. പാപ്പരായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടാൽ, പാപ്പർ അല്ല ഇൻസോൾവെന്റ്, പാപ്പര്, അതായത് ഇതിന് മലയാളത്തിൽ ചിലപ്പോൾ ഈ പരീക്ഷയ്ക്ക് വരുന്നത് പാപ്പരായി എന്ന വാക്കായിരിക്കത്തില്ല, നിർധനൻ എന്ന് വിധിക്കപ്പെട്ടാൽ എന്നായിരിക്കും ചിലപ്പോൾ. അതും ശരിയാണ്. പാപ്പരാകുക എന്ന് പറഞ്ഞാൽ നിർധനാകുക, കാശില്ലാതാകുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിർധനനായി വിധിക്കപ്പെട്ടാൽ എന്നായിരിക്കും, അതും ശരിയാണ്. പാപ്പരായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടാൽ അതും ശരിയാണ് അല്ലേ. പാപ്പരാണെന്ന് തോന്നിയാൽ, അങ്ങനെ കൽപ്പിക്കപ്പെട്ടാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ തലസ്ഥാനത്ത് നിന്നും രാഷ്ട്രപതിക്ക് നീക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കുക. ഔദ്യോഗിക പദവിയിലിരിക്കെ പ്രതിഫലം പറ്റുന്ന മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടാൽ ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശാരീരികമോ മാനസികമോ ആയ ബലക്ഷയം മൂലം ഔദ്യോഗിക പദവിയിൽ തുടരാൻ സാധ്യമല്ലെന്ന് ബോധ്യമായാൽ അദ്ദേഹത്തെ ഒഴിവാക്കാം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സദാചാര ഭ്രംശം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് അപരാധിയാണെന്ന് കണ്ടെത്തിയാലും ഇദ്ദേഹത്തെ ഒഴിവാക്കാം. ഈ 4 പ്രസ്താവനകളും ശരിയാണ്. അങ്ങനെ 4 പ്രസ്താവനകളും ശരിയായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം എന്നാണ്. ശരിയായ ജോഡികൾ 15ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ ഒന്ന് ലീഗൽ സർവീസ് അതോറിറ്റിയാണ്. അത് 39A, ആർട്ടിക്കിൾ 39A ബന്ധപ്പെട്ടിരിക്കുന്നു. ലീഗൽ സർവീസ് അതോറിറ്റി ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തേത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം 39D ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വ്യവസായങ്ങളുടെ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ആർട്ടിക്കിൾ 43A അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത 4ാമത്തെ പ്രസ്താവന പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം, അത് ആർട്ടിക്കിൾ 49 ആണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് അല്ലേ. അപ്പോൾ ശരിക്കും ഈ 4 പ്രസ്താവനകളും ശരിയായിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് എ ആണ് അല്ലെ, എ ഓപ്ഷനാണ്. അടുത്ത 16ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 16ാമത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനടി തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക എന്നിട്ട് ശരി കണ്ടെത്തുക, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് നോക്കാം. പ്രസ്താവന 1 എന്താ പറയുന്നത്? ഗവർണറെ നിയമിക്കും മുമ്പ് ബന്ധപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിയുമായും ഉപരാഷ്ട്രപതി, ലോകസഭാ സ്പീക്കർ എന്നിവരുമായും പ്രധാനമന്ത്രി അഭിപ്രായം ആരായണം എന്ന് നിർദ്ദേശിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പം ഒരു സംസ്ഥാനത്തിലേക്ക് ഒരു ഗവർണറെ നിയമിക്കും മുമ്പ് ആ ബന്ധപ്പെട്ട സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുമായും ഉപരാഷ്ട്രപതിയുമായും ലോകസഭാ സ്പീക്കറുമായും നമ്മുടെ പ്രധാനമന്ത്രി അഭിപ്രായം ചോദിച്ചിരിക്കണം, ആരായണമെന്നാണ് സർക്കാരിയ കമ്മീഷൻ പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു അഭിപ്രായം സർക്കാരിയ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ പറയണം. പക്ഷേ സർക്കാരിയ കമ്മീഷൻ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സർക്കാരിയ കമ്മീഷൻ അതെന്താണെന്ന് പറയാം. ഗവർണറായി നിയമിക്കപ്പെടുന്നത് ഒരു പ്രമുഖ വ്യക്തിയായിരിക്കണമെന്നും അതേ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ആളായിരിക്കണമെന്നും ആ വ്യക്തിക്ക് സമീപകാലത്ത് ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരിക്കരുതെന്നും നിർദ്ദേശിച്ച കമ്മീഷൻ സർക്കാരിയ കമ്മീഷനാണ്. ആ ഒരു പ്രസ്താവന ഇതിനു മുമ്പ് നമ്മൾ ഈ പുസ്തകത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കേൾക്കുക. ഗവർണറായി നിയമിക്കപ്പെടുന്നത് ഒരു പ്രമുഖ വ്യക്തിയായിരിക്കണമെന്നും അതേ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ആളായിരിക്കണമെന്നും ആ വ്യക്തിക്ക് സമീപകാലത്ത് ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരിക്കരുതെന്നും നിർദ്ദേശിച്ച കമ്മീഷൻ സർക്കാരിയ കമ്മീഷനാണ്. അങ്ങനൊരു കാര്യം സർക്കാരിയ കമ്മീഷനെ കുറിച്ച് അറിയാം. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാനത് ഡൗട്ട് ആയിട്ടാണ് ഇത് നിർത്തിയിട്ടുള്ളത്. പ്രസ്താവന 2 പറയുന്നത് 1983 നിയമിക്കപ്പെട്ട സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 88 അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൺഫ്യൂഷനിൽ നിർത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ, സർക്കാരിയ കമ്മീഷനെ കുറിച്ച് ധാരണയുള്ളവർ, എന്തെങ്കിലും അറിയാമെങ്കിൽ ഈ പ്രസ്താവനകളെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് നോക്കാൻ പറ്റും. ഇവർ ഇതിൽ ശരി എന്ന് പറയുന്നത് ഈ 16ാമത്തെ ശരി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിട്ടാണ്. 2 പ്രസ്താവനകളും ശരിയെന്നാണ് ഇതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിൽ. പക്ഷേ എനിക്കൊരു സംശയം തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയാത്തത്. ഈ പുസ്തകത്തിൽ ഈ 16ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഇത് ഇവിടെ നോക്കിയാൽ മതി. 16ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സി ഓപ്ഷനായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സി ഓപ്ഷൻ 16ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സി ഓപ്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്കതിൽ സംശയമുണ്ട്. കാരണം ഇങ്ങനെ സർക്കാരിയ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കൺഫേം ചെയ്യുക.
അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു 17ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം എന്നാണ്. അത് ഇതിൻ്റെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അതിൻ്റെ ആസ്ഥാനങ്ങളാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സദർത്ത് ഭവനാണ്. അത് കറക്റ്റായിട്ടാണ്, സദർത്ത് ഭവനാണ്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് കാണണം കേട്ടോ. ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ ആസ്ഥാനങ്ങളൊക്കെ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അടുത്തത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം അത് നിർവാചൻ സദനാണ്. കറക്റ്റാണ് അല്ലേ? അപ്പോൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം നിർവചൻ സദൻ. അതേപോലെ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം സദർത്ത് ഭവൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം സദർത്ത് ഭവനും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം നിർവചൻ സദനുമാണ്. ഇത് ശരിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം CIC ഭവൻ എന്നാണ്. CIC ഭവൻ, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം CIC ഭവൻ എന്നാണ്. ഈ 3 പ്രസ്താവനകൾ ശരിയാണ്. 4ാമത്തെ പ്രസ്താവന നോക്കാം. UPSC ആസ്ഥാനം ബറോഡ ഹൗസ് എന്നാണ്. അത് പക്ഷേ തെറ്റിപ്പോവും അല്ലെ, ബറോഡ ഹൗസ് എന്നാണ്. ബറോഡ ഹൗസ് അല്ല അതിൽ ശരിക്കും വരുന്നത്. എന്താ, UPSCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ധോൽപൂർ ഹൗസ് ആണ്. ധോൽപൂർ ഹൗസ് ആണ് UPSCയുടെ ആസ്ഥാനമായിട്ട് വരുന്നത്. ധോൽപൂർ ഹൗസ് കേട്ടോ, ധോൽപൂർ ഹൗസ് ആണ്. അപ്പോൾ തെറ്റിപ്പോയത് ഈ 4ാമത്തെ ഓപ്ഷനാണ്. 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരി എന്ന് പറയുമ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ളത്. 1, 2, 3 ശരിയായിട്ട് വരുന്നു. ഇനി അടുത്ത 18ാമത്തെ ചോദ്യമാണ് നോക്കുക. 18ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന 1 നോക്കുക. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രസ്താവന 1 നോക്കുക. സമത്വത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 14 മുതൽ 18 വരെയുള്ള ഭരണഘടനാ അനുച്ഛേദങ്ങളിലാണ് അല്ലേ? അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമുക്കറിയാം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ നമ്മുടെ മൗലികാവകാശങ്ങളിൽ സമത്വത്തെക്കുറിച്ചുള്ള അവകാശമാണ് പറയുന്നത്. സമത്വം അല്ലെ, നിയമത്തിന് മുന്നിൽ സമത്വം 14 അല്ലേ? അപ്പോൾ അത് പറയുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റാണ് 18 വരെ. ഇനി ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 23ഉം 24ഉമാണ്. അത് കറക്റ്റാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 23, 24 തന്നെയാണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് 29, 30 എന്നിവ. വളരെ ശരിയാണ്, ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് അല്ലേ? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് 29, 30 എന്ന് പറയുന്നത്. ഇനി അനുച്ഛേദം 32 അല്ലേ, ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അല്ലേ? അത് കറക്റ്റാണ്. അപ്പോൾ ഈ പറയുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ A ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ A ആണ്. അടുത്ത ഒരു 19ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. അതും പട്ടികയാണ്, 2 പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത്, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം. ആ അനുച്ഛേദങ്ങൾ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പട്ടിക 1-ൽ പറയുന്ന അനുച്ഛേദങ്ങൾ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അത് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 അല്ലെ, 14ാം അനുച്ഛേദമാണ്. 14ാം അനുച്ഛേദം. അപ്പോൾ ശരിക്കും 1 എന്ന് പറയുന്നത് C എന്ന് പറയുന്ന ഒരു ഓപ്ഷനുമായിട്ട് വരണം. 1C. അങ്ങനെ 1C വരുന്നത് ഏതാണെന്ന് നോക്കാം. 1C വരുന്നത് 1C ഇത് 1D ആണ്, 1A ആണ്, 1D ആണ്, 1C വരുന്ന ഇതാണ്. അപ്പോൾ ആൻസർ ഇത് തന്നെയായിരിക്കണം. കാരണം ബാക്കിയെല്ലാം വെട്ടിപ്പോവും. കാരണം 1C വരുന്നത് ഇതേ ഉള്ളൂ അല്ലേ? 1C വരാൻ കാരണമുണ്ട്. എന്താണ് 1C വരാൻ കാരണം? നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 14 ആണ്. ആർട്ടിക്കിൾ 14 C ഓപ്ഷനാണ് അല്ലെ, C ആണ് വരുന്നത്. അപ്പോൾ 1C വരുന്നു. അടുത്ത 2ാമത്തെ നോക്കാം. മതം, വംശം, ജാതി, ലിംഗപദവി, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അത് നമുക്കറിയാം. ഏതാണ് അത്? 15ാം അനുച്ഛേദമാണ് അല്ലെ. 15ാം അനുച്ഛേദം എന്ന് പറയുന്നത് A ഓപ്ഷനാണ് അല്ലെ. A ഓപ്ഷനാണ് 15ാം അനുച്ഛേദം എന്ന് പറയുന്നത്. A ഓപ്ഷനാണ് 15ാം അനുച്ഛേദം. അപ്പോൾ 2A വരണം. 2A വരുന്നത് അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട 2A വരുന്നുണ്ടല്ലേ. 2A വരുന്നു. അപ്പോൾ നമുക്ക് 3ാമത്തെ നോക്കാം. ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും സ്വകാര്യതയ്ക്കുള്ള അവകാശം, അതുപോലെ അന്തസ്സിനുള്ള അവകാശം, നിയമസഹായത്തിനുള്ള അവകാശം, ഭക്ഷണത്തിനുള്ള അവകാശം, വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം, ജീവനോപാധി കണ്ടെത്താനുള്ള അവകാശം, പീഡനത്തിനെതിരായ അവകാശം തുടങ്ങിയവ ഉൾപ്പെടുന്ന അനുച്ഛേദം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ശരിക്കും വരുന്നത് 3D ആണ്. 3D അല്ലേ, 3D നമ്മുടെ 21ാം അനുച്ഛേദം അല്ലേ.
ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തിൽ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തൊക്കെയാണ്? സ്വകാര്യതയ്ക്കുള്ള അവകാശം, അന്തസ്സിനുള്ള അവകാശം, നിയമസഹായത്തിനുള്ള അവകാശം, ഭക്ഷണത്തിനുള്ള അവകാശം, വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം, ജീവനോപാധി കണ്ടെത്താനുള്ള അവകാശം, പീഡനത്തിനെതിരായ അവകാശം തുടങ്ങിയവ ഉൾപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21. അതായത് 3D ആണ് വരുന്നത്. 3D. അടുത്തത് 4-ാമത്തേത് മനുഷ്യക്കടത്ത്, നിർബന്ധിതമായ ജോലി എടുപ്പിക്കൽ എന്നിവ തടയുന്ന അനുച്ഛേദം. അത് ആർട്ടിക്കിൾ 23 ആണ് അല്ലെ. അത് ആർട്ടിക്കിൾ 23. അത് വരുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ആർട്ടിക്കിൾ 23-ലാണ് അല്ലെ ചൂഷണത്തെക്കുറിച്ച് പറയുന്നത് അല്ലെ. മനുഷ്യക്കടത്ത്, നിർബന്ധിതമായ ജോലി എടുപ്പിക്കൽ എന്നിവ തടയുന്ന ഭരണഘടന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ ഇതിൽ ശരിക്കും ഓപ്ഷൻ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഡി ആണ്. ഡി. അപ്പോൾ അടുത്ത 20-ാമത്തെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ലാസ്റ്റ് ചോദ്യം നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക, എന്നിട്ട് ശരി ഏതെന്ന് കണ്ടെത്തുക. അതാണ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ അല്ലേ. 20-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ പ്രസ്താവന 1 പറയുന്നത് നോക്കുക. രാഷ്ട്രപതിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമമാണ് ഇംപീച്ച്മെന്റ്. ശരിയാണ്. രാഷ്ട്രപതിയെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടിക്രമമാണ് ഇംപീച്ച്മെന്റ്. ശരിയാണ്. പ്രസ്താവന 2 നോക്കുക. രാഷ്ട്രപതിക്കെതിരായ ഇംപീച്ച്മെന്റ് ആരംഭിക്കുന്നത് ലോകസഭയിലാണെന്ന്. അതങ്ങനെയൊന്നുമില്ല അല്ലെ. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അങ്ങനെ ലോകസഭയിൽ എന്നൊന്നും അതിനകത്ത് പറയുന്നില്ല. പാർലമെന്റിന്റെ ഏത് സഭയിലും ഇംപീച്ച്മെന്റ് ആരംഭിക്കാം അല്ലെ. പാർലമെന്റിന്റെ ഏത് സഭയിലും ഇംപീച്ച്മെന്റ് ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ 2-ാമത്തെ പ്രസ്താവന തെറ്റാണ്. പ്രസ്താവന 1 ശരി, പ്രസ്താവന 2 തെറ്റ്. അതായത് ഓപ്ഷൻ എ ആണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ടെലഗ്രാമിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പരീക്ഷ അറ്റൻഡ് ചെയ്യാം. താങ്ക് യു.